നോമ്പ് നോറ്റും പുണ്യങ്ങൾ അഭ്യസിച്ചും പുൽക്കൂടൊരുക്കിയും ഈശോയുടെ പിറവി തിരുനാളിനായി നാം അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നു ജനിക്കുവാൻ വേണ്ടി ഒരിടം അന്വേഷിച്ച് നടന്ന ഈശോ ഇമ്മാനുവൽ ഇന്നും ഈ ക്രിസ്മസിലും പിറക്കുവാൻ ഒരു ഹൃദയം തേടി അലയുകയാണ്. ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോ ജനിക്കാനായി ഹൃദയവും ആത്മാവും ശരീരവും ഒരുക്കി കാത്തിരുന്ന ജോസഫിൻ്റെയും മേരിയുടെയും ജീവിത വിശുദ്ധിയാണ്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുന്നു, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപങ്ങൾ മോചിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. മനുഷ്യനായി അവതരിക്കുന്ന ദൈവത്തിൻ്റെ ദൗത്യമാണിത്. വീണ്ടും മാലാഖ പറയുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. പാപവിമോചകൻ എന്ന ഈശോയുടെ ദൗത്യത്തോടൊപ്പം എന്നും നമ്മോടുകൂടെ ഉണ്ടാകുമെന്ന ദൈവ സ്വഭാവത്തെ കൂടെ മാലാഖ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, പ്രവചന പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദിവ്യകൂദാശകളിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും അപ്പമായി കൂടെ വാഴുകയും ചെയ്യുന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇമ്മാനുവൽ അനുഭവത്തിന് ജോസഫും മേരിയും ഉപകരണങ്ങളായതുപോലെ നാം ഓരോരുത്തരും ജീവന്റെ അപ്പത്തെ ജനിപ്പിക്കുന്ന പുൽക്കൂടുകളായി മാറണം. ദൈവിക അരുളപ്പാടുകൾക്ക് മുൻപിൽ മറിയത്തെ പോലെ നിശബ്ദയാവണം. ഭാര്യയെ ആരുമറിയാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ജോസഫിന്റെ നീതിബോധത്തെ അദ്ദേഹം ദൈവത്തിന്റെ നീതിബോധത്താൽ തിരുത്തുന്നു. അങ്ങനെ യഥാർത്ഥ നീതിമാനായ ജോസഫിനെ പോലെ ദൈവഹിതത്തിനു മുൻപിൽ നീതിമാനാകണം. മിശിഹ രക്ഷകൻ നമ്മുടെ ഉള്ളിൽ ജനിക്കണം. അപ്പമായി അലിയുന്നവൻ എന്നിലൂടെയും നിന്നിലൂടെയും അനേകർക്ക് അന്നമായി മാറണം. ചങ്കിനകത്തൊരു പുൽക്കൂടൊരുക്കാം, രക്ഷകൻ അവിടെ ജനിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.